ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി പലഹാരമാണ്. പായസമെന്നും പലഹാരമെന്നും ഒക്കെ നമുക്കിതിന് പറയട്ടോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം ഞാനിതാ ഒരു 4 ക്യൂബ് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തതാണ്. അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു 3/4 കപ്പ് ചൊവ്വരി നന്നായിട്ട് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്. അപ്പോൾ ചൊവ്വരി ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ എനിക്ക് കുറച്ചധികം ടൈം എടുത്തു ഈ ഒരു ചൊവ്വരി ഇത് വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ചൊവ്വരി പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ ഒന്ന് വേവിക്കാം. വേവിച്ചതിൻ്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം പിടിക്കും ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ആയി എനിക്ക് ഈ ഒരു ചൊവ്വരി ഒന്ന് വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. കാരണം എന്താ പറയുക ശർക്കരയിൽ അത് പെട്ടെന്ന് വേവുന്നില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു സേമിയ വേവാൻ വേണ്ടിയിട്ട് അധികം ടൈം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ മൂടി വെക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ തീരുന്ന പരിപാടിയായിരുന്നു. പക്ഷെ അബദ്ധം പറ്റി. അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യണ്ട. ഇനിയിപ്പോൾ ദാ ഇത് നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുത്താൽ പോരാ ഇനിയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും പിന്നെ വീണ്ടും ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടിയിട്ടാണ്. മൊത്തത്തിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അത് ലൂസായിട്ടുള്ളതല്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ ഏകദേശം നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും. അതിലിപ്പോൾ ലാസ്റ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു 4 ഏലക്കായ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരോ എന്തെങ്കിലുമൊക്കെ ചേർക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റി ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ. ഓക്കെ ബൈ.